നമസ്കാരം. KSTA എറണാകുളം ജില്ല സംഘടിപ്പിക്കുന്ന നേടാം 100 മേനി വിജയം എന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ വരുന്ന ഏപ്രിൽ 28 ബുധനാഴ്ച ബയോളജി പരീക്ഷയാണല്ലോ. പരീക്ഷയെ നേരിടാനുള്ള മുന്നൊരുക്കം എന്ന നിലയിൽ ഈ കഴിഞ്ഞ ബയോളജിയിലെ മോഡൽ എക്സാമിൻ്റെ ഏതാനും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എങ്ങനെ എഴുതാമെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനവും അതുപോലെ ബയോളജിയുടെ ഫോക്കസ് ഏരിയയായി ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു വിശകലനവുമാണ് ഇന്നിവിടെ ഞാൻ അവതരിപ്പിക്കുന്നത്. ഈ വർഷത്തെ ബയോളജി പരീക്ഷയെക്കുറിച്ച് പറയുമ്പോൾ സമയം 1.5 മണിക്കൂർ, സ്കോർ 40 മാർക്ക്. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത, ഈ വർഷത്തെ പരീക്ഷയുടെ പ്രത്യേകത, 40 മാർക്കുള്ള പരീക്ഷയ്ക്ക് 80 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാകും. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തി A+ മേടിക്കാവുന്ന രീതിയിലേക്ക് നിങ്ങൾ തയ്യാറെടുക്കണം. ബയോളജി പരീക്ഷയുടെ മാർക്കിൻ്റെ വിതരണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പാർട്ട് എടുക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാകും. രണ്ടാമത്തെ പാർട്ട് എടുക്കുമ്പോൾ 2 മാർക്കിൻ്റെ 12 ചോദ്യങ്ങൾ, അപ്പോൾ 24 മാർക്ക്. മൂന്നാമത്തെ പാർട്ട് എടുക്കുമ്പോൾ 3 മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ ഉണ്ടാകും, 30 മാർക്ക്. നാലാമത്തെ പാർട്ടായിട്ട് തിരിക്കുമ്പോൾ 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങൾ, 16 മാർക്ക്. അങ്ങനെ മൊത്തം 80 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും. ഇതിൽ വെറും നിങ്ങൾക്ക് 40 മാർക്കിനുള്ളത് ആൻസർ ചെയ്താൽ മതിയാവും. വിദ്യാർത്ഥികളെ, ഇനി നമുക്ക് കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ചോദ്യപേപ്പറിൻ്റെ വിശകലനത്തിലോട്ടും തുടർന്ന് ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു വിശകലനത്തിലോട്ടും നമുക്ക് കിടക്കാം. ഓക്കെ. SSLC മോഡൽ എക്സാമിനേഷൻ മാർച്ച് 2021 ബയോളജിയുടെ ആദ്യത്തെ ചോദ്യം 1 മാർക്കിൻ്റെ ചോദ്യമാണ്. പദജോടി ബന്ധം തിരിച്ചറിഞ്ഞ് വിട്ട ഭാഗം പൂരിപ്പിക്കുക. പെൺ പട്ടുനൂൽ ശലഭം ബോംബിക്കോൾ വെരിഗ് ഡാഷ്. ഇംഗ്ലീഷിൽ ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഫീമെയിൽ സിൽക്ക് വർം മോത്ത് ബോംബിക്കോൾ സിവിറ്റ് കാറ്റ് ഡാഷ്. ഈ ചോദ്യത്തിൻ്റെ നിർദ്ദേശം കേൾക്കുമ്പോൾ നമുക്കറിയാം പദജോടി ബന്ധം കണ്ടെത്തുക, ഫൈൻഡ് ദ റിലേഷൻഷിപ്പാണ്. അപ്പോൾ ആദ്യത്തെ അവിടെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ വെരിഗ്, അതായത് സിവിറ്റ് കാറ്റ് എന്നുള്ളതിനടുത്ത് അവിടെ ഉത്തരമായിട്ട് വരുന്നത് സിവിറ്റോണാണ്. അപ്പോൾ ഇത് ഫെറോമോണുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കിലെ ചോദ്യമാണ്. ജീവജാലങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ പുറത്തോട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെയാണ് ഫെറോമോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ, ഇതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഓക്കെ. ഒരു മാർക്കിൻ്റെ രണ്ടാമത്തെ ചോദ്യം, തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. A. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന പാളിയാണ് ദൃഷ്ടിപടലം. B. റെട്ടിനയിലെ കാഴ്ചയില്ലാത്ത ഭാഗമാണ് പീതബിന്ദു. C. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ഇംഗ്ലീഷിൽ കറക്റ്റ് മിസ്റ്റേക്സ് ഇഫ് എനി ഇൻ ദ അണ്ടർലൈൻഡ് പാർട്ട് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ്. A. The layer which has photoreceptors is called retina. B. Yellow spot is the part of retina having no vision. C. The aperture seen at the center of iris is called pupil. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കുമ്പോൾ അതിൽ A പ്രസ്താവന നോക്കാം. The layer which has photoreceptors is called retina. റെറ്റിനയിൽ ഉള്ള ആ പാളിയിൽ ഫോട്ടോ റിസപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട്, പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട്. ആ പ്രസ്താവന ശരിയാണ്. ബി. യെല്ലോ സ്പോട്ട് ഇസ് ദ പാർട്ട് ഓഫ് റെറ്റിന ഹാവിങ് നോ വിഷൻ. യെല്ലോ സ്പോട്ട് എന്ന് വെച്ചാൽ ഹൈ വിഷൻ എന്നാണ് അർത്ഥം, കൂടുതൽ കാഴ്ചശക്തി ഉള്ള ഭാഗം എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ റെറ്റിനയിൽ ആ യെല്ലോ സ്പോട്ട് എന്നുള്ള ഭാഗത്ത് വിഷൻ ഇല്ല എന്നാണ് പ്രസ്താവന എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ അടിവരയിട്ട ഭാഗം തെറ്റാണ്. അവിടെ നമുക്ക് എന്താണ് ഉത്തരം എഴുതേണ്ടത്? ഉത്തരം വരാൻ സാധ്യതയുള്ള ഏതാണ്? അന്ധബിന്ദു, ബ്ലൈൻഡ് സ്പോട്ട്. റെറ്റിനയിൽ കാണുന്നൊരു ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട്. അപ്പോൾ അവിടെ ബ്ലൈൻഡ് സ്പോട്ട് എന്നാണ് ഉത്തരം എഴുതേണ്ടത്. ഇനി സി പ്രസ്താവനയും കൂടി നോക്കാം. ദ അപ്പേർച്ചർ സീൻ അറ്റ് ദ സെൻറ്റർ ഓഫ് ഐറിസ് ഈസ് കോൾഡ് പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്ത് കാണുന്ന സുഷിരത്തെയാണ് നമ്മൾ പ്യൂപ്പിൾ എന്ന് വിളിക്കുന്നത്. അത് ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ
ഇതേപോലത്തെ ചോദ്യങ്ങൾ ഒരുപാട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതേ പാറ്റേണിലുള്ള ചോദ്യം SSLC എക്സാമിന് ചോദിക്കും. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ആൻസർ ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു ഒറ്റ വേർഡ് എഴുതിയാൽ മതിയാകും. ഓക്കെ. 3ാമത്തെ 1 മാർക്കിൻ്റെ ചോദ്യം, കണ്ണ്, പിന്നെ ഇവിടെ ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, മസ്തിഷ്കം, ആരോ മാർക്കിൻ്റെ മുകളിൽ എക്സ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? സംവേദനാഡി, പ്രേരകനാഡി, സമ്മിശ്രനാഡി, ഇൻ്റർന്യൂറോൺ. ഇംഗ്ലീഷിൽ ഐ, പിന്നെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്, ബ്രെയിൻ. വാട്ട് ഡസ് എക്സ് ഇൻഡിക്കേറ്റ്? സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്, ഇൻ്റർന്യൂറോൺ. ഈ ചോദ്യം നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഐയിൽ നിന്നും ബ്രെയിനിലേക്ക് ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ആരോ മാർക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഏത് നെർവാണെന്നുള്ളതാണ് നമ്മളവിടെ ആൻസറായിട്ട് എഴുതേണ്ടത്. അപ്പോൾ നെർവ്സിൻ്റെ ഫങ്ഷൻസ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏത് നെർവാണെന്നുള്ളത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് നെർവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സെൻസറി നെർവ്. സെൻസറി നെർവ് എന്താ ചെയ്യണത്? ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള മെസ്സേജസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും കൊണ്ടുപോകുന്നത് ആരാണ്? സെൻസറി നെർവാണ്. അപ്പോൾ തന്നെ നമുക്കവിടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഐയിൽ നിന്നുള്ള മെസ്സേജസിനെ ബ്രെയിനിലേക്ക് എത്തിക്കുന്നത് ആരാണ്? സെൻസറി നെർവാണ്. അപ്പോൾ ഇങ്ങനെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ചോദ്യങ്ങളിലാണ് ഈ 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത 4ാമത്തെ ചോദ്യമാണ് 1 മാർക്കിൻ്റെയാണ്. തന്നിരിക്കുന്ന ചിത്രം നിരീക്ഷിച്ച് എ എന്നും ബി എന്നും അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചറിയുക. ഇംഗ്ലീഷിൽ ഒബ്സർവ് ദ ഗിവൺ ഫിഗർ ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്സ് ലേബിൾഡ് ആസ് എ ആൻഡ് ബി. ചിത്രം നമുക്ക് നോക്കുമ്പോൾ അറിയാം. DNA, RNA ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ DNAയുടെയും RNAയുടെ ഒക്കെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡ്സ് ആണ്. അപ്പോൾ അതിൽ 3 ഘടകങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ എയും ബിയും അടയാളപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു ഭാഗം അവിടെ നൈട്രജൻ ബേസ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എ എന്നുള്ള ഭാഗം എന്താണ്? ഫോസ്ഫേറ്റും. ബി എന്ന് പറഞ്ഞ ഭാഗം എന്താണ്? ഷുഗർ മോളിക്യൂളുമാണ്. ഫോസ്ഫേറ്റും പഞ്ചസാര തന്മാത്രയുമാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊന്ന് നോക്കി മനസ്സിലാക്കിയാൽ മാത്രം മതിയാകും. അടുത്തത് 2 മാർക്ക് സ്കോർ വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 11ാമത്തെ ചോദ്യം, ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ ചുവടെ തന്നിരിക്കുന്നു. കേവല ഓർമ്മകൾ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക. എ ചോദ്യം, രോഗമേത്? ബി, ഈ രോഗത്തിന് കാരണമെന്ത്? ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ചിട്ടാണ്. ഇംഗ്ലീഷിൽ സിംറ്റംസ് ഓഫ് എ ഡിസീസ് ആർ ഗിവൺ ബിലോ. ലോസ് ഓഫ് മെമ്മറി, ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഐഡൻറ്റിഫൈ ദ ഡിസീസ്. വാട്ട് ഈസ് ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? അറിയാം, ഇത് ഒരു രോഗത്തിൻ്റെ ലക്ഷണം ഇവിടെ പറയുന്നുണ്ട്. ഓർമ്മ പോലും ഇല്ലാതാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക. അതായത് ഓർമ്മയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് മെമ്മറി ലോസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം എന്താണ് രോഗം? അൾസീമേഴ്സ് ആണ്. അതുപോലെ തന്നെ ഈ രോഗത്തിന് എന്താണ് കാരണം? അതായത് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ കൂടുന്നത് മൂലം ന്യൂറോണുകൾ നശിക്കുന്നു. ഇതാണ് അതിന് കാരണം. ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? അക്യുമുലേഷൻ ഓഫ് എൻ ഇൻസിലബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂറൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. അപ്പോൾ ആ രോഗങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിതിനെ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ എന്തായാലും വരും. അപ്പോൾ മറ്റ് പല രോഗങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ ശ്രദ്ധയോടെ വായിച്ചു നോക്കുക. അടുത്തത് 12ാമത്തെ ചോദ്യം 2 മാർക്കാണ്. ചിത്രം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. 2 ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. എ എന്നുള്ള ചിത്രവും ബി എന്നുള്ളൊരു ചിത്രവും. എ, ബി എന്നീ കോശങ്ങൾ ഏതെല്ലാമാണ്? ബി, അവ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം എഴുത്. ഇംഗ്ലീഷിൽ ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എ, ഐഡൻറ്റിഫൈ ദ സെൽസ് എ ആൻഡ് ബി. നെയിം ദ വിഷ്വൽ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ ഈച്ച് ഓഫ് ദം. വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാം. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട്.
അപ്പോൾ ഇങ്ങനെ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് അത് തിരിച്ചറിയാനുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇവിടെ നമുക്ക് നോക്കാം, എ എന്നുള്ള ചിത്രം ഏത് കോശമാണ്. നമുക്കറിയാം അതൊരു എന്താ പറയുക, നമ്മുടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ആയിട്ടുള്ള കണ്ണിൻ്റെ ആന്ത്രപാളിയിൽ റെറ്റിനയിൽ കാണുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സിൽ 2 തരം ഫോട്ടോ റിസപ്റ്റേഴ്സ് ഉണ്ട്, റോഡ് സെൽസും കോൺ സെൽസും. അപ്പോൾ അതിൻ്റെ ഷേപ്പ് കാണുമ്പോൾ തന്നെ അറിയാം, ഫസ്റ്റ് വൺ ഈസ് എന്താണ്, റോഡ് സെല്ലാണ്, രണ്ടാമത്തേത് എന്താണ്, കോൺ സെൽസാണ്. പിന്നെ അവ ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണ്ണകം ഏത്? നമുക്കറിയാം അതിൽ ഏത് പിഗ്മെൻ്റാണ് അടങ്ങിയിരിക്കുന്നത്. എയിൽ എളുപ്പം കിട്ടും നമുക്ക് റോഡോപ്സിൻ, ബിയിൽ നമുക്ക് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഫോട്ടോപ്സിൻ എന്നോ പറയാം, അല്ലെങ്കിൽ എന്ത് പറയാം, ഐഡോപ്സിൻ എന്നും പറയാം. അങ്ങനെ 2 രീതിയിലും ഉത്തരങ്ങൾ എഴുതാം. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്ത് 2 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കാം. എന്ന് വെച്ചാൽ ഇങ്ങനെ ചിത്രം കാണിച്ചുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ പരമാവധി പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേയായിട്ട് നോക്കി മനസ്സിലാക്കുക. അടുത്തത് 13ാമത്തെ ചോദ്യം, 2 മാർക്കിൻ്റെ. ഇവിടെ പറയുമ്പോൾ താഴെ തന്നിരിക്കുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് DNA-യിൽ മാത്രം കാണുന്ന ന്യൂക്ലിയോടൈഡുകൾ വരയ്ക്കുക. അവിടെ ന്യൂക്ലിയോടൈഡുകൾ വരയ്ക്കാനുള്ള കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ചിത്രത്തിൽ കാണാം. ഇംഗ്ലീഷിൽ ഡ്രോ എ ന്യൂക്ലിയോടൈഡ് സീൻ ഓൺലി ഇൻ DNA യൂസിങ് ദ കോമ്പണൻസ് ഗിവൺ ബിലോ. അപ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമ്മൾ ഓൾറെഡി നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിൽ പെട്ടെന്ന് ഇത് ആൻസർ ചെയ്യാൻ പറ്റും. DNA RNA തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കറിയാം. DNA ഡബിൾ സ്ട്രാൻഡ്സ് ആണ്, RNA സിംഗിൾ സ്ട്രാൻഡ്സ് ആണ്. അതുപോലെ തന്നെ അതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസിൽ വ്യത്യാസമുണ്ട്. DNA-യിൽ എന്താണ്, തൈമിനാണ് കാണുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് തൈമിൻ യുറാസിൽ ഈസ് പ്രസൻറ്റ് ഇൻ ദ RNA-യിൽ തൈമിന് പകരം എന്താ, യുറാസിലാണ്. ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ളതാണ്, 2ലും കാണുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വരയ്ക്കാവുമ്പോൾ ഫോസ്ഫേറ്റ് എടുക്കാം, P എടുക്കാം, പിന്നെ T നൈട്രജൻ ബേസ് എടുക്കുക, പിന്നെ ഡിയോക്സി റൈബോസ് അത് വരയ്ക്കുക. അപ്പോൾ ഇത്രയും കൂട്ടിച്ചേർത്ത് വരച്ച് ന്യൂക്ലിയോടൈഡ് ആക്കി കഴിയുമ്പോൾ ഈ പറഞ്ഞ അതിൻ്റെ ഉത്തരമാകും. ഓക്കെ, വളരെ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ DNA-യുടെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഇനിയിപ്പോൾ RNA-നെ കുറിച്ചായിരിക്കും ചിലപ്പോൾ SSLCക്ക് ചോദിക്കാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ പരിശീലിക്കുക. അടുത്ത 2 മാർക്കിൻ്റെ തന്നെ 14ാമത്തെ ചോദ്യം, പത്രവാർത്ത വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച രക്തക്കറയുടെ ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് കൊലപാതകിയെ തിരിച്ചറിഞ്ഞത്. എ ചോദ്യം, ഈ വാർത്തയിൽ പരാമർശിച്ച ശാസ്ത്രീയ പരിശോധന ഏത്? ബി ചോദ്യം, ഈ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്ത്? ഇംഗ്ലീഷിൽ ഒന്നും കൂടി വായിക്കാം. റീഡ് ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ദ കില്ലർ വാസ് ഐഡൻറ്റിഫൈഡ് ബൈ സയൻറ്റിഫിക് ടെസ്റ്റിംഗ് ഓഫ് ദ ബ്ലഡ് സ്റ്റെയിൻ obtained from the crime scene. A. Which is the scientific test mentioned in this news? B. What is the scientific basis of this technology? അപ്പോൾ ഈ ന്യൂസ് റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ചോദ്യത്തിലോട്ട് കിടക്കാം. എന്താണ് ഈ വാർത്തയിൽ പരാമർശിച്ച ശാസ്ത്രീയ പരിശോധന ഏതാണ്? ആ പരിശോധനയുടെ പേരെന്താണെന്നുള്ളതാണ്. സയൻറ്റിഫിക് ടെസ്റ്റ് മെൻഷൻഡ് ഇൻ ദിസ് ന്യൂസ്. തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് DNA ഫിംഗർ പ്രിൻറ്റിങ്, അല്ലെങ്കിൽ വേറൊരു പേര് പറയും DNA പ്രൊഫൈലിംഗ്. ഇനി ബി ചോദ്യം, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് ബേസിസ് ഓഫ് ദിസ് ടെക്നോളജി? ഈ സാങ്കേതിക വിദ്യയുടെ ശാസ്ത്രീയ അടിസ്ഥാനം എന്താണ്? നമുക്കറിയാം ഓരോ വ്യക്തിയുടെയും വിരലടയാളം വ്യത്യസ്തമായിരിക്കുന്നത് പോലെ DNA-യിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണവും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ ക്രൈം നടന്ന സ്ഥലത്ത് നമുക്ക് കിട്ടുമ്പോൾ സിമിലാരിറ്റി കാണുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ക്രിമിനലിനെ കണ്ടെത്താൻ സാധിക്കും. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ന്യൂക്ലിയോടൈഡ് ഇൻ DNA ഡിഫർ ഇൻ ഈച്ച് പേഴ്സൺ, സോ വി ക്യാൻ ഈസിലി ഐഡൻറ്റിഫൈ ദ ക്രിമിനൽസ്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ന്യൂസ് റിപ്പോർട്ട് കാണിച്ചിട്ടുള്ള ചോദ്യങ്ങൾ സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് മനസ്സിരുത്തി വായിച്ചാൽ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും, നിങ്ങൾക്കതിന് സാധിക്കും. അടുത്തത് 3 മാർക്കിൻ്റെ ചോദ്യമാണ്. 23ാമത്തെ ചോദ്യം, ചിത്രം നിരീക്ഷിക്കുക. A, B, C എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ധർമ്മങ്ങൾ എഴുതുക. ചിത്രം പകർത്തി വരയ്ക്കേണ്ടതില്ല, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചില കുട്ടികൾ പെട്ടെന്ന് ഈ പടം വരച്ച് വയ്ക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിർദ്ദേശങ്ങൾ വായിച്ച് നോക്കണമെന്ന് പറഞ്ഞത്. ചിത്രം കണ്ടു, തലച്ചോറിൻ്റെ ചിത്രമാണ്. അവിടെ A, B, C ഇങ്ങനെ 3 ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നും തിരിച്ചറിയുക, അതിൻ്റെ ധർമ്മങ്ങൾ
എഴുതുവാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് മീഡിയം ചോദ്യം നമുക്ക് നോക്കാം. ഒബ്സർവ് ദ ഫിഗർ, ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് പാർട്സ് ലേബിൾഡ് ആസ് എ, ബി ആൻഡ് സി. നോ നീഡ് ഓഫ് ഡ്രോയിങ് ഡയഗ്രാം. പടം വരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഉത്തരത്തിലോട്ടൊന്ന് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എ എന്ന് പറയുന്നത് അറിയാം, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ്. അപ്പോൾ നമുക്ക് അവിടെ അതല്ല എഴുതേണ്ടത്, നമുക്കതിൻ്റെ ഫങ്ഷൻസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ സെറിബ്രം എന്ന് എഴുതിയിട്ട് എന്തൊക്കെ എഴുതണം അവിടെ? നമ്മൾ ഈ പറഞ്ഞ പോലെ ചിന്ത, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രം, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു, ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ അതിന് ഉത്തരമായി എ എന്നുള്ള ഭാഗത്തിന്. ഇനി ബി എന്ന് പറയുന്നത് രണ്ടാമത്തെ തലച്ചോറ്, രണ്ടാമത്തെ വലിയ ഭാഗമാണ്. അപ്പോൾ അതല്ല അവിടെ എഴുതേണ്ടത്, അവിടെ നമുക്ക് അതിൻ്റെ ധർമ്മമാണ് എഴുതേണ്ടത്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുല്യനില പാലിക്കുന്നു. അടുത്തത് സി എന്നുള്ള ഭാഗമാണ്. സി നമുക്കറിയാം, ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു. ഇത്ര എഴുതിക്കഴിഞ്ഞാൽ അതിന് ഉത്തരമായി. അപ്പോൾ മൂന്നിൻ്റെ പേര് എഴുതുക. എ എന്നുള്ള ഭാഗം സെറിബ്രം, ബി എന്നുള്ള ഭാഗം സെറിബെല്ലം, സി എന്നുള്ള ഭാഗം മെഡുള്ള ഒബ്ലോങ്കട്ട. പിന്നെ അതിൻ്റെ ധർമ്മങ്ങളും കൂടി എഴുതിയാൽ ഉത്തരം ക്ലിയറായി. ഇംഗ്ലീഷ് മീഡിയം പറയുകയാണെങ്കിൽ സെറിബ്രം, എ എന്നുള്ളത് സെറിബ്രം, സെൻറ്റർ ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. പിന്നെ നമുക്ക് എന്തുകൂടി എഴുതുക? ഇവോക്ക് സെൻസേഷൻസ്. പിന്നെ സെറിബെല്ലം എന്നുള്ള ഭാഗം ബി എന്നുള്ളിടത്ത് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇക്വിലിബ്രിയം ഓഫ് ദ ബോഡി. സി എന്നുള്ള ഭാഗത്ത് മെഡുള്ള ഒബ്ലോങ്കട്ട എന്ന് എഴുതുന്നു. ദെൻ കൺട്രോൾ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് എക്സെട്ര. ഇത്ര എഴുതിക്കഴിഞ്ഞാൽ ആൻസർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ആ ഫങ്ഷൻസൊക്കെ പഠിച്ചു വെച്ചേക്കാം. തീർച്ചയായിട്ടും ഇനി ചോദിക്കാത്ത ഭാഗങ്ങളുടെ വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഇത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഇത് സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയും. അടുത്തത് 3 മാർക്കിൻ്റെ 24ാമത്തെ ചോദ്യം. ബോക്സിൽ നൽകിയിരിക്കുന്ന സൂചന വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അനിയന്ത്രിതമായി കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 3 ഉപചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. എ, ഇവിടെ പരാമർശിച്ച രോഗമേത്? ബി, ഈ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? സി, ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ നിർണായകമാണ്, എന്തുകൊണ്ട്? ഇംഗ്ലീഷ് മീഡിയം ചോദ്യം വായിക്കുകയാണെങ്കിൽ, അനലൈസ് ദ ഹിൻറ്റ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ബോക്സിൽ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദെയർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. ആദ്യത്തെ ചോദ്യം, which disease is mentioned here? B, what are the causes of this disease? C, early diagnosis is crucial in the treatment of this disease. Why? അപ്പോൾ ഈ ചോദ്യം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്, ആദ്യം തന്നെ ബോക്സിൽ ഒരു കാരണം തന്നിട്ടുണ്ട്. അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്ന രോഗാവസ്ഥ. ഇവിടെ പരാമർശിച്ച രോഗമേത്? വിച്ച് ഡിസീസ് ഈസ് മെൻഷൻഡ് ഇയർ. നമുക്കറിയാം, അനിയന്ത്രിതമായ കോശങ്ങൾ വിഭജിക്കുന്നത് ഉണ്ടാകുന്ന രോഗത്തെ നമ്മൾ എന്താ വിളിക്കുക? ക്യാൻസർ അല്ലേ? അപ്പോൾ എയുടെ ഉത്തരം ക്യാൻസറാണ്. വാട്ട് ആർ ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ? പാരിസ്ഥിതിക ഘടകങ്ങൾ, പുകവലി, വികിരണം, വൈറസ്, പാരമ്പര്യ ഘടകങ്ങൾ. ഇതെല്ലാം മൂലമാണ് അസുഖങ്ങൾ നമുക്ക് വരുന്നത്. അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതൊക്കെ? എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സ്മോക്കിംഗ്, റേഡിയേഷൻ, വൈറസ്, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്. ഇനി 3ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഏറ്റവും നേരത്തെ രോഗബാധ തിരിച്ചറിയുക എന്നത് ഈ രോഗത്തിൻ്റെ ചികിത്സയിൽ നിർണായകമാണ്, എന്തുകൊണ്ട്? തീർച്ചയായിട്ടും നമുക്കറിയാം, ഏർലി ഡയഗ്നോസിസ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദിസ് ഡിസീസ്. വൈ? എന്താണ് അതിന് കാരണം? എന്താണ്? രക്തം, ലിംഫ് എന്നീ ശരീരദ്രവങ്ങളിലൂടെ ക്യാൻസർ കോശങ്ങൾ മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് വ്യാപിച്ച് രോഗാവസ്ഥ സങ്കീർണമാകുന്നു. രോഗം മൂർച്ഛിച്ചാൽ രോഗമുക്തി പ്രയാസകരമാകും എന്നതുകൊണ്ടാണ്.
ഇപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ഡിസീസ് മേ ബിക്കം കോംപ്ലിക്കേറ്റഡ് വിത്ത് ദ സ്പ്രെഡ് ഓഫ് ക്യാൻസർ സെൽസ് ടു അതർ പാർട്ട് ഓഫ് ദ ബോഡി ത്രൂ ബ്ലഡ് ആൻഡ് ലിംഫ്. അപ്പോൾ ഇത്രയും നമുക്ക് ആ ക്യാൻസർ എന്നുള്ള ടോപ്പിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വീണ്ടും നിങ്ങൾ വായിച്ച് നോക്കുക. നമുക്ക് അടുത്തത് 25ാമത്തെ ചോദ്യം 3 മാർക്കിൻ്റെയാണ്. ഗന്ധം തിരിച്ചറിയുന്ന ഘടകങ്ങളെ ഫ്ലോ ചാർട്ടായി ക്രമീകരിച്ച് എഴുതുക. അതിൽ കുറേ 6 പോയിൻറ്റ്സോളം തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫ്ലോ ചാർട്ടായിട്ട് ക്രമീകരിച്ച് എഴുതണം. ഇംഗ്ലീഷിൽ റീഅറേഞ്ച് ദ സ്റ്റേജസ് ഓഫ് സെൻസിങ് ദ സ്മെൽ ആസ് ഫ്ലോ ചാർട്ട്. അപ്പം നമുക്ക് അതിലോട്ടൊന്ന് പറഞ്ഞു നോക്കാം. നമുക്ക് ആദ്യത്തെ പോയിൻ്റ് ചെയ്തെടുക്കാം. 3ാമത്തെ പോയിൻ്റ്, ഉച്ഛ്വാസവായു വഴി ഗന്ധകണികൾ മൂക്കിലേക്ക് പ്രവേശിക്കുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത് എന്ത് സംഭവിക്കും? ഗന്ധകണികൾ മൂക്കിനുള്ളിലെ ശ്ലേഷ്മത്തിൽ ലയിക്കുന്നു. സെക്കൻഡ് പോയിൻ്റായിട്ട് എഴുതേണ്ടത് ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ്. അതായത് ദീസ് അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ്ഡ് ഇൻ ദ മ്യൂക്കസ് ഇൻസൈഡ് ദ നോസ്ട്രിൽസ്. അപ്പോൾ ആദ്യത്തെ പോയിൻ്റ് നമ്മൾ 3ാമത്തെ പോയിൻ്റായിട്ട് എടുത്തു. രണ്ടാമത്തെ പോയിൻ്റ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്ന പോയിൻ്റ് നമ്മൾ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ പോയിൻ്റാണ് എടുക്കേണ്ടത്. ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കുന്നു. സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്. അപ്പോൾ ഉദ്ദീപനം നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് നടക്കും? അവിടെ ആവേഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ്? ജനറേറ്റ് ഇമ്പൾസസ്. ആവേഗങ്ങൾ ഉണ്ടാകുന്നു. ആവേഗങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും ആദ്യത്തേന്ന് രണ്ടാമത്തെ പോയിൻ്റ്, ഗന്ധനാഡി വഴി ആവേഗങ്ങൾ മസ്തിഷ്കത്തിലെത്തുന്നു. ഇമ്പൾസസ് റീച്ച് ദ ബ്രെയിൻ ത്രൂ ദ ഓൾഫാക്ടറി നെർവ്. അപ്പോൾ ലാസ്റ്റ് എന്താണ് സംഭവിക്കുക? ഗന്ധമെന്ന അനുഭവം ഉണ്ടാകുന്നു. വി എക്സ്പീരിയൻസസ് സ്മെൽ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പഠിച്ചു വെച്ചാൽ അധികം സമയം വേണ്ട, പെട്ടെന്ന് തന്നെ പരീക്ഷ ഹാളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത 33ാമത്തെ ചോദ്യം 4 മാർക്കിൻ്റെ ചോദ്യമാണ്. ന്യൂറോണിൻ്റെ ചിത്രം പകർത്തി വരച്ച് ചുവടെ പറയുന്ന ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. ചിത്രം അവിടെ തന്നിട്ടുണ്ട്. ചിത്രം പകർത്തി വരയ്ക്കുന്നതിന് 1 മാർക്ക്. എ, തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. ബി, കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങൾ പുറത്തേക്ക് സംവഹിക്കുന്നു. സി, നാഡീപ്രേഷകം സ്രവിക്കുന്നു. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസ് നോക്കാം. റീഡ്രോ ദ ഡയഗ്രാം ഓഫ് ന്യൂറോൺ. നെയിം ആൻഡ് ലേബിൾ ദ പാർട്സ് പെർഫോമിംഗ് ദ ഫോളോയിങ് ഫങ്ഷൻസ്. ചിത്രം തന്നിട്ടുണ്ട്. റീഡ്രോ ദ ഡയഗ്രാം, പടം വരയ്ക്കുക. എ ചോദ്യം, റിസീവ് ഇമ്പൾസസ് ഫ്രം അഡ്ജസൻറ്റ് ന്യൂറോൺ. ബി, ക്യാരി ഇമ്പൾസസ് എവേ ഫ്രം ദ സെൽ ബോഡി ടു ഔട്ട്സൈഡ്. സി, സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഈ എ, ബി, സി എന്നുള്ള ഭാഗങ്ങൾ എവിടെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് അടയാളപ്പെടുത്തണം. അപ്പോൾ എ പറയുന്നുണ്ട്, ഈ പറഞ്ഞ തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ നമുക്കറിയാം തൊട്ടടുത്ത ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? ഡെൻഡ്രൈറ്റ്. ഉത്തരം വരുന്നത് ഡെൻഡ്രൈറ്റ് ആണ്. ബി ചോദ്യം, കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംഭവിക്കുന്നു. അപ്പോൾ സെൽ ബോഡിയിൽ നിന്നും ഇമ്പൾസസിനെ പുറത്തോട്ട് കൊണ്ടുപോകുന്ന ഭാഗത്തെ എന്താ പറയുക നമ്മൾ അവിടെ നമ്മൾ വരച്ചിട്ട് അടയാളപ്പെടുത്തണം. നീണ്ട കുഴലുള്ള ഭാഗം ഏതാണ്? ആക്സോൺ എന്ന് അടയാളപ്പെടുത്തണം. ഇനി അടുത്തത് സി, സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അറിയാം, ഏറ്റവും അഗ്രഭാഗത്തായിട്ട് ആ ബോൾ പോലെ കാണുന്ന ഭാഗം സിനാപ്റ്റിക് നോബ്, അതാണ് അവിടെ അടയാളപ്പെടുത്തേണ്ടത്. അപ്പോൾ എ എന്താണ്? ഡെൻഡ്രൈറ്റ്. ബി, ആക്സോൺ. സി, സിനാപ്റ്റിക് നോബ്. അപ്പോൾ ഏത് ഭാഗത്താണ് വരുന്നത് അവിടെ ആരോ മാർക്ക് കൊടുത്തിട്ട് ഏത് ചോദ്യത്തിൻ്റെയാണോ അതിന് എ ആണെങ്കിൽ എ എന്ന് കൊടുക്കുക, ബി ആണെങ്കിൽ ബി എന്ന് കൊടുക്കുക, സി എന്നുള്ളത് സി കൊടുക്കുക, പിന്നെ അതിൻ്റെ പേരെഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈ ചോദ്യത്തിന് നേടാൻ കഴിയും. അപ്പോൾ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏത് ചോദ്യവും വളരെ എളുപ്പം നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ ചിത്രമായിട്ട് ബന്ധപ്പെട്ടവന് ഭാഗങ്ങളെല്ലാം ശരിക്കും നോക്കി ഇതുപോലെ പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ എളുപ്പം ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കൊണ്ട് തന്നെ ആൻസർ എല്ലാം വരച്ച് എഴുതാൻ കഴിയും. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം 34ാമത്തെ ചോദ്യമാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതോടെ നമ്മൾ ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഇത് നിർത്തുകയാണ്. 34ാമത്തെ ചോദ്യം, പട്ടികയിൽ നൽകിയിരിക്കുന്ന 4 വ്യക്തികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വ്യക്തി എ 108, വ്യക്തി ബി 210, വ്യക്തി സി 52,
വ്യക്തി ഡി 74. എല്ലാം mg/100 ml ആണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം. എ, രക്തത്തിൽ ഗ്ലൂക്കോസ് സാധാരണ നിലയിലുള്ള വ്യക്തികൾ ആരെല്ലാം? ബി ചോദ്യം, ഏത് വ്യക്തിക്കാണ് പ്രമേഹം ഉള്ളത്? സി ചോദ്യം, പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം? ഡി ചോദ്യം, പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തെല്ലാം? അപ്പോൾ നമുക്ക് ചോദ്യം ഒന്നും കൂടി ഇംഗ്ലീഷിലൊന്ന് പറയാം, അതും കൂടി ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. Table showing the blood glucose level of 4 persons is given below. Analyze and answer the questions. Person A 108, person B 210, person C 52, person D 74. A ചോദ്യം, identify the person having normal glucose level. B, which person is diabetic? C, what is the cause of diabetes? D, what are the main symptoms of diabetes? അപ്പോൾ ഇത് ചോദ്യം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഹോർമോൺസ് എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ പട്ടിക, ആ ടേബിൾ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇവിടെ പറയുന്ന പോലെ ആദ്യത്തേത് നോക്കാം. ഐഡൻറ്റിഫൈ ദ പേഴ്സൺസ് ഹാവിങ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. അതായത് രക്തത്തിൽ ഗ്ലൂക്കോസ് സാധാരണ നിലയിലുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? ഒരു ഗ്ലൂക്കോസ് ലെവൽ ഓരോ വ്യക്തികളുടെ സാധാരണ ഗ്ലൂക്കോസ് ലെവൽ എത്രയാണ്? 70/110 70 to 110 ആണ് നോർമൽ ഗ്ലൂക്കോസ് ലെവൽ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. എ എന്ന് പറഞ്ഞ വ്യക്തിക്ക് 108 ഉണ്ട്. ഓക്കെ, അപ്പോൾ അയാളുടെ സാധാരണ ലെവലിലാണ്. ബി കൂടുതലാണ്, സി കുറവാണ്, ഡി 70 മുതൽ 110 അപ്പോൾ 74. അപ്പോൾ എയും ഡിയും ആണ് ആദ്യത്തെ ഉത്തരം വരുന്നത്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ സാധാരണ നിലയിലുള്ള വ്യക്തികൾ ആരെല്ലാമാണ്? വ്യക്തി എ, വ്യക്തി ഡി. വിച്ച് പേഴ്സൺ ഈസ്, അടുത്ത ചോദ്യമാണ്, വിച്ച് പേഴ്സൺ ഈസ് ഡയബറ്റിക്? ഏത് വ്യക്തിക്കാണ് പ്രമേഹമുള്ളത്? നമുക്കറിയാം രണ്ടാമത്തെ വ്യക്തി ബി എടുക്കുകയാണെങ്കിൽ 126 മേളിൽ പോയി കഴിഞ്ഞാൽ എന്താണ്? ഡയബറ്റിക്കാണ്, പ്രമേഹ രോഗിയാണ്. അപ്പോൾ ഉത്തരം ബി ആണ് രണ്ടാമത്തേൻ്റെ ഉത്തരം. ഇനി അടുത്തത് സി ചോദ്യം നോക്കാം. പ്രമേഹത്തിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് നോക്കാം എന്തൊക്കെയായിരിക്കും പ്രമേഹത്തിന് വരുന്ന കാരണങ്ങൾ. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ബീറ്റാ കോശങ്ങളുടെ നാശം മൂലം ഉണ്ടാകുന്ന ഇൻസുലിൻ്റെ അഭാവം, അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിനെ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരിക. ഈ രണ്ട് കാരണങ്ങളാണ് ഇൻസുലിൻ്റെ കുറവ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിന് കാരണമാകുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡിക്രീസ്ഡ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ഡ്യൂ ടു ഡിസ്ട്രക്ഷൻ ഓഫ് ബീറ്റാ സെൽസ് ഓർ ദ ഇന്നബിലിറ്റി ഓഫ് സെൽസ് ടു യൂട്ടിലൈസ് ദ ഇൻസുലിൻ പ്രൊഡ്യൂസ്ഡ് റേസ് ദ ലെവൽ ഓഫ് ഗ്ലൂക്കോസ് ഇൻ ദ ബ്ലഡ്. അപ്പോൾ അങ്ങനെ ഗ്ലൂക്കോസിൻ്റെ അളവ് രക്തത്തിൽ കൂടുന്നുണ്ട്. ഇതാണ് പ്രമേഹ രോഗത്തിന് കാരണമെന്ന് പറയുന്നത്. ഇനി ഡി ചോദ്യം, പ്രമേഹത്തിൻ്റെ മുഖ്യ ലക്ഷണങ്ങൾ എന്തെല്ലാം? വാട്ട് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്? എന്തെല്ലാമായിരിക്കും? ഈ ഡയബറ്റിക്കുള്ള ആൾക്കാർക്ക് ഭയങ്കര വർദ്ധിച്ച വിശപ്പുണ്ടാകും, ദാഹം, പിന്നെ കൂടെ മൂത്രമൊഴിക്കാൻ തോന്നുക. ഇതൊക്കെയാണ് പ്രമേഹ രോഗികൾ പ്രധാനമായിട്ട് കാണുന്ന ലക്ഷണങ്ങൾ. അപ്പോൾ വാട്ട് ആർ ദ മെയിൻ സിംറ്റംസ് ഓഫ് ഡയബറ്റീസ്? ഇൻക്രീസ്ഡ് അപ്പറ്റൈറ്റ്, തേഴ്സ്റ്റ് ആൻഡ് ഫ്രീക്വൻറ്റ് യൂറിനൈസേഷൻ. ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ആൻസർ ആകും. ഇതും ആ ഗ്ലൂക്കോസുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി കാൽഷ്യം മറ്റ് ഭാഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ശരിക്കും മനസ്സിലാക്കി പഠിച്ചാൽ ഇതുപോലെ വരുന്ന ചോദ്യങ്ങൾ വളരെ എളുപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. അടുത്ത ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ വേഗം ഒന്ന് നമുക്ക് നോക്കിപ്പോകാം. യൂണിറ്റ് 1 പാഠഭാഗങ്ങളിൽ പ്രധാനപ്പെട്ട ഫോക്കസ് ഏരിയകൾ ഒന്ന് ഈ പറഞ്ഞ പോലെ നാഡീകോശത്തിൻ്റെ ഘടന, അതിൻ്റെ ഭാഗങ്ങളും പ്രത്യേകതകളും വായിച്ചേക്കണം. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വീണ്ടും പരീക്ഷയ്ക്ക് വരും. പിന്നെ നാഡികൾ, അതായത് നെർവ്സ് ആൻഡ് ദെയർ പെക്യുലാരിറ്റീസ് ആൻഡ് ഫങ്ഷൻസ്, സെൻസറി നെർവ്, മോട്ടോർ നെർവ്, മിക്സഡ് നെർവ്, ഇതിന് 3ൻ്റെ ഫങ്ഷൻസ് അറിയാം, അത് നോക്കിയേക്കുക. ദെൻ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തലച്ചോറുമായിട്ട് ബന്ധപ്പെട്ട ബ്രെയിൻ, സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, അതിൻ്റെ ഭാഗങ്ങൾ ഓരോന്നും വായിച്ച് നോക്കുക. പിന്നെ ആദ്യത്തെ പാഠത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 3 രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അൾസീമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി.
അപ്പോൾ ഇതിൻ്റെ കാരണങ്ങളും ലക്ഷണങ്ങളും പഠിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ ഫോക്കസ് ഏരിയയാണ്, ഉണ്ടാകും. ഫുൾ മാർക്ക് മേടിക്കാൻ കഴിയും. ഇനി രണ്ടാമത്തെ പാഠഭാഗം നോക്കാം. രണ്ടാമത്തെ പാഠത്തിൽ ആദ്യം പ്രധാനമായിട്ട് പറയുന്നത് കണ്ണിൻ്റെ ചിത്രമാണ്. കണ്ണിൻ്റെ ചിത്രം വരച്ച് നോക്കുക, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക. മിക്കവാറും അത് വരയ്ക്കാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണ് സ്ട്രക്ചർ ഓഫ് ദ ഐ. അതുപോലെ തന്നെ കണ്ണിൻ്റെ ഭാഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ഭാഗങ്ങളും വായിച്ച് മനസ്സിലാക്കുക. ചെറിയ ചെറിയ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. പിന്നെ റെറ്റിന ആൻഡ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, അതിൻ്റെ പ്രകാശഗ്രാഹികളെക്കുറിച്ചും അതിൻ്റെ ചിത്രവും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. ആ പാരഗ്രാഫ് വായിച്ച് നോക്കിയതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക. പിന്നെ അതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ഇനി പിന്നെ പ്രകാശം കടന്നു പോകുന്നതിൻ്റെ ഫ്ലോ ചാർട്ട്, കണ്ണിലൂടെ എങ്ങനെയാണ് കോർണിയിലൂടെ കടന്ന് ഓരോ ഭാഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഫ്ലോ ചാർട്ട് പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പിന്നെ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്താണെന്നുള്ളത്, എന്തിൻ്റെ കുറവ് മൂലമാണ് അത് ഉണ്ടാവുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുക. സിറോത്താൽമി എന്താണെന്നുള്ളത് പഠിച്ച് മനസ്സിലാക്കുക. കളർ ബ്ലൈൻഡ്നെസ്, പിന്നെ രുചി അറിയുന്നതിൻ്റെ ഫ്ലോ ചാർട്ട് അത് പഠിച്ചോളണം. ഗന്ധം അറിയുന്നതിൻ്റെ, സ്മെല്ലറിയുന്നതിൻ്റെ ഫ്ലോ ചാർട്ട്. ഇത്രയാണ് രണ്ടാമത്തെ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ ചാപ്റ്റർ ഈ പറഞ്ഞ ഇൻസുലിനും ഗ്ലൂക്കോഗോണിൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം, അത് വായിച്ച് നോക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഗ്ലൂക്കോസ് ഡയബറ്റിക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പിന്നെ വരുന്നതാണ് കാൽഷ്യത്തിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ഉണ്ട്, അതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും, അത് പഠിച്ചിരിക്കുക. അതുപോലെ തന്നെ വളർച്ചാ ഹോർമോണായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില അപാകതകളൊക്കെ ഉണ്ട്. ജൈജാൻറ്റിസം, ഡോർഫിസം, അക്രോമെഗാളി, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് വരിക. തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകും. പിന്നെ ഉള്ളത് ഫെറോമോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, കെമിക്കൽ മെസ്സേജസ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അത് നമ്മൾ ഈ മോഡലിൻ്റെ ആദ്യത്തെ ചോദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ള വേറെ ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാകും. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സസ്യ ഹോർമോണുകൾ. സസ്യ ഹോർമോണുകളുടെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ്, ജിബർലിൻ എന്താണ്, ആബ്സിസിക് ആസിഡ് എന്താ ചെയ്യുന്നത്, അങ്ങനെ ഓരോന്നിൻ്റെയും ഫങ്ഷൻസ് വായിച്ച് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം പരീക്ഷയ്ക്ക് പോവുക. പിന്നെ നാലാമത്തെ അധ്യായം കീപ്പിംഗ് ഡിസീസസ് അവേ, ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ കാണും. അതിൻ്റെ ആ ബോക്സ് ഉണ്ട്, അത് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്, അത് വായിക്കുക. പിന്നെ എയ്ഡ്സ് പകരുന്നത് എങ്ങനെയാണ്, എങ്ങനെയൊക്കെ പകരില്ല, അതിനെക്കുറിച്ചും നിങ്ങൾ പഠിക്കുക. പിന്നെ മലേറിയ ഇൻഫെക്റ്റഡ് ആവുന്നത് എങ്ങനെയാണ്, ആ ഫ്ലോ ചാർട്ട് പഠിക്കണം. പിന്നെ പാരമ്പര്യ രോഗമായിട്ടുള്ള ഹീമോഫീലിയ എന്താണെന്നുള്ളതിനെക്കുറിച്ചും വായിച്ച് മനസ്സിലാക്കുക. നമ്മൾ ക്യാൻസറിനായിട്ട് ബന്ധപ്പെട്ട ചോദ്യം മോഡൽ എക്സാമിന് കണ്ടതാണ്. ക്യാൻസറിൻ്റെ ടോപ്പിക്കും വായിച്ച് മനസ്സിലാക്കുക. ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അഞ്ചാമത്തെ പാഠം സോൾജേഴ്സ് ഓഫ് ഡിഫൻസ്. ഇതിൽ പ്രതിരോധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ത്വക്കും അതിൻ്റെ പ്രതിരോധവും, സ്കിൻ ആൻഡ് ഇറ്റ്സ് ഡിഫൻസ് മെക്കാനിസം, ആ മൂന്ന് കാര്യങ്ങൾ. എപ്പിഡെർമിസ്, സെബീഷ്യസ് ഗ്ലാൻഡ്, സ്വെറ്റ് ഗ്ലാൻഡ്, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പ്രതിരോധിക്കുന്നത്, അത് വായിച്ച് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ബോഡി സെക്രീഷ്യൻസ്, ശരീരദ്രവങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും, അത് ഓരോന്നും വളരെ എളുപ്പം പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഫാഗോസൈറ്റോസിസ്, അതും എങ്ങനെയാണ് രോഗാണുക്കളെ എങ്ങനെയാണ് വിഴുങ്ങി നശിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ളതാണ്. ഒരു ഫ്ലോ ചാർട്ടായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. പനി, അതെങ്ങനെയാണ് ആ പ്രതിരോധം നടക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഫ്ലോ ചാർട്ടും ഇതും വായിച്ചാൽ പെട്ടെന്ന് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. ചിലപ്പോൾ ചിലത് ഫില്ല് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഡിസോർഡറായിട്ട് വന്നിട്ട് ഓർഡർ ആക്കാനായിരിക്കാം. അടുത്തത് ഈ പറഞ്ഞ പോലെ വാക്സിനുമായിട്ട് ബന്ധപ്പെട്ട് വാക്സിൻ്റെ പേരുകളും അത് ഏത് രോഗത്തിനാണ് ഉപയോഗിക്കുന്നുള്ളതിനെക്കുറിച്ചും നോക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. ആൻറ്റിബയോട്ടിക്സ്, അതിൻ്റെ പാർശ്വഫലങ്ങളെക്കുറിച്ച്, സൈഡ് എഫക്ട്സിനെ കുറിച്ചും പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രക്തഗ്രൂപ്പുകൾ വളരെ എളുപ്പം നമുക്ക് പഠിക്കാൻ കഴിയുന്നതാണ്. രക്തഗ്രൂപ്പുകൾ പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട് താഴെയുള്ള അതിൻ്റെ ഒരു RS ഫാക്ടർ എന്താണെന്നുള്ളതും, എ ഗ്രൂപ്പിൽ എങ്ങനെയാണ് എ ഗ്രൂപ്പ് ആവുന്നതെന്നുള്ളതിനെക്കുറിച്ചും ബി ഗ്രൂപ്പിനെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും വളരെ വിശദമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അത് വായിക്കുക. പിന്നെ മിക്കവാറും പോസ്റ്റർ എഴുതാനായിട്ട് ചോദിക്കാം. ഈ പറഞ്ഞ പോലെ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് നോക്കുക. ഇനി ആറാമത്തെ പാഠം അൺട്രാവലിംഗ് ജെനറ്റിക് മിസ്റ്ററീസ്. ഇതിൽ പറഞ്ഞ പോലെ DNA എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിൻ്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ. നന്നായിട്ട് നോക്കിയാൽ കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. DNA, RNA ഇതിൻ്റെ സ്ട്രക്ചർ മിക്കവാറും വരയ്ക്കാൻ സാധ്യത ഉണ്ട്. ഈ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് DNA, പിന്നെ പറഞ്ഞ പോലെ RNA കുറിച്ചും DNA കുറിച്ചുള്ള വ്യത്യാസങ്ങൾ പഠിക്കുക. പിന്നെ ഉള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജീൻ ആക്ഷൻ. ഇത് ഈ പറഞ്ഞ പോലെ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്, അതും വായിച്ചൊന്നും കൂടി മനസ്സിലാക്കുക.
പിന്നെ ഈസ് ദ ചൈൽഡ് മെയിൽ ഓർ ഫീമെയിൽ, കുട്ടി ആണാണോ പെണ്ണാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ചെറിയൊരു ചിത്രീകരണമുണ്ട്, അതും വായിച്ച് ഒന്ന് മനസ്സിലാക്കി നോക്കുക. 7ാമത്തെ അധ്യായം ജെനറ്റിക്സ് ഓഫ് ദ ഫ്യൂച്ചർ. ഈ പറഞ്ഞ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ ചിത്രീകരണം. എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ എങ്ങനെയാണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നത്, വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ പറഞ്ഞ ഹ്യൂമൻ DNA അതുള്ള ബാക്ടീരിയ DNA ഇത് ജോയിൻ ചെയ്യുന്നത്, ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ നല്ല മാർക്ക് പെട്ടെന്ന് മേടിക്കാൻ സാധിക്കും. പിന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. അതുപോലെ തന്നെ ഇനി അടുത്ത അവസാനത്തെ അധ്യായമാണ് ദ പാത്ത് ട്രാൻസ്ഫേഴ്സ് ബൈ ലൈഫ്. ജീവപരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ പാഠത്തിൽ AI ഒപ്പാരിനെ കുറിച്ചും JBS ആർഡിനെ കുറിച്ചും എന്താണെന്നുള്ളതും ഇവിടെ രാസപരിണാമം എങ്ങനെ നടക്കുന്നു, കെമിക്കൽ എവല്യൂഷൻ എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അത് വായിക്കുക. അതുപോലെ തന്നെ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ചിത്രീകരണം 8.1 കെമിക്കൽ എവല്യൂഷൻ. ഇതിൽ നിന്നൊരു ചോദ്യം എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ. പിന്നെ ഡാർവിൻ്റെ സിദ്ധാന്തം, നാച്ചുറൽ സെലക്ഷൻ, ഡാർവിൻ ഗാലപ്പഗോസ് ഫിഞ്ചസിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, ബീക്കിനെ കുറിച്ചുള്ള പ്രത്യേകതകളായിരുന്നു, അതൊന്ന് വെറുതെ വായിച്ചാൽ പെട്ടെന്ന് കിട്ടും. ഈ നാച്ചുറൽ സെലക്ഷൻ എന്നുള്ളത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഫ്ലോ ചാർട്ടും ഉണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാം. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫോക്കസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റ് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വെക്കുക. ചിലതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആൻസർ എഴുതാൻ പറ്റും. അപ്പോൾ മിക്ക ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇത് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫോക്കസ് ഏരിയയാണ്. ഓക്കെ, പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഈ കുറച്ച് സമയം കൊണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞ മോഡൽ എക്സാമിൻ്റെ ഏതാനും ചില ചോദ്യങ്ങളിലൂടെ കടന്നുപോയി. അതുപോലെ തന്നെ ഫോക്കസ് ഏരിയയായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളും ഏറെക്കുറെ പറഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് പറയാനുള്ളത്, പരീക്ഷയിൽ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പട്ടികപ്പെടുത്താനായിട്ടുണ്ടാകാം, ഗ്രാഫ് തന്നിട്ട് ചോദ്യോത്തരങ്ങൾ എഴുതാനായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടുണ്ടാവാം. അങ്ങനെ നമുക്ക് പരിചയമുള്ള ചോദ്യങ്ങളാണ് എല്ലാം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം പരമാവധി ചോദ്യപേപ്പറുകൾ ആൻസർ ചെയ്ത് പഠിക്കുക. ഇനിയുള്ള സമയങ്ങൾ നിങ്ങൾക്ക് നല്ല തിളക്കമാർന്നൊരു വിജയം ഈ വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ ഒരു അവസരം തന്ന KSTA എറണാകുളം ജില്ലാ ഭാരവാഹികളോടുള്ള നന്ദിയും അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.